ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പിസ്ത ഷെല്ലിൽ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ അടിപൊളി കിച്ചൺ വാൾ ഡെക്കോറാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കിച്ചൺ വാൾ ഡെക്കോറൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പീസ് കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്. ഇത്തിരി നീളത്തിൽ കാർഡ്ബോർഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ രണ്ട് കർവ് ഇത് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. ഇനി ഇത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡിൻ്റെ മുകൾ ഭാഗം ഒന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പീൽ ചെയ്തെടുത്താലേ നമ്മൾ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ളൂ. ഡയറക്റ്റ് നമ്മുടെ കാർഡ്ബോർഡിൽ ഒട്ടിക്കുവാണെങ്കിൽ വലിയ ഭംഗിയൊന്നും തോന്നത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ പീൽ ചെയ്ത് വന്നില്ലെങ്കിൽ ഒരല്പം വെള്ളം ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം അതിനൊന്ന് പീൽ ചെയ്തെടുത്താലും മതി. പിന്നെ കൂട്ടുകാരി, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പിസ്ത ഷെല്ലിൽ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ ട്രൈ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മളെല്ലാം പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ ആ കാർഡ്ബോർഡിൽ ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കാർഡ്ബോർഡിൽ അടിക്കുന്നത് തീരെ ഡയറക്റ്റ് പെയിൻ്റ് അടിക്കാതെ ഒരല്പം വെള്ളം ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം അതിങ്ങനെ പെയിൻ്റ് അടിച്ചാൽ മതി. അപ്പോൾ എല്ലായിടത്തും സ്പ്രെഡ് ആയിക്കോളും. അധികം പെയിൻ്റ് എടുത്ത് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള പിസ്ത ഷെല്ല് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പിസ്ത ഷെല്ല് എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിസ്ത ഷെല്ലൊക്കെ പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നമ്മുടെ ഓരോ പിസ്ത ഷെല്ലായിട്ട് ഞാനൊരു പൂവിൻ്റെ ഷേപ്പിലാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതുപോലെ കുറച്ച് പൂക്കളൊക്കെ ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇത് പിസ്താഷ്യയിലെല്ലാം ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് കളർ ചെയ്ത് കൊടുക്കാം. ഞാൻ റെഡ് കളറാണ് പൂക്കൾക്ക് എല്ലാത്തിലും അടിച്ചു കൊടുത്തിട്ടുള്ളത്. റെഡ് കളറാണ്, അപ്പോൾ കൂടുതൽ അട്രാക്ഷൻ ഉണ്ട്. നമ്മുടെ ബ്ലാക്കിൽ ഈ ഒരു റെഡ് അടിക്കുമ്പോൾ നല്ല ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. യെല്ലോയോ അങ്ങനെ ഏത് കളർ വേണോ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ ആൻറ്റിക് ലുക്കിൽ എടുക്കുവാണെങ്കിൽ പൂക്കൾക്കും ഇലകൾക്കും മൊത്തത്തിൽ ബ്ലാക്ക് കളർ അടിച്ചിട്ട് ആൻറ്റിക് പേൾ കളറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് മെറ്റാലിക് കളർ അടിച്ചു കൊടുത്താലും മതി. അല്ലാതെ കളർഫുള്ളായിട്ടിരിക്കണം എങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കളർഫുള്ളായിട്ടുള്ള പെയിൻ്റൊക്കെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ഇലകൾക്കും പൂക്കൾക്കും ഒക്കെ കളറടിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ 2 ഐറ്റമാണ് എടുക്കുന്നത്, ഫോർക്കും സ്പൂണും. അപ്പോൾ ഇത് ഒട്ടുമിക്കവരുടെ വീട്ടിലുണ്ടായിരിക്കും. പിന്നെ പ്ലാസ്റ്റിക് സ്പൂണില്ല, ഇതുപോലുള്ള നമ്മുടെ ഫോർക്ക് പ്ലാസ്റ്റിക് ആണ്, മറ്റേത് വുഡിൻ്റെ ഒരു പീസ് സ്പൂണാണ്. അപ്പോൾ അത് രണ്ടും ഞാൻ ഇതിലോട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളതിൽ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും സ്റ്റീലാണെങ്കിൽ കുഴപ്പമില്ല, അതുണ്ടെങ്കിൽ അതിൽ കളർ അടിച്ചെടുത്താലും മതി. ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ അടിച്ചതിന് ശേഷം മറ്റേതെങ്കിലും കളർ അടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് രണ്ടും ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. വേസ്റ്റായിട്ടുള്ള മെറ്റീരിയൽസാണ്, ഇതെല്ലാം വേസ്റ്റായിട്ടുള്ള മെറ്റീരിയൽസാണ്. അപ്പോൾ കണ്ടില്ലേ, രണ്ടും നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു. ഞാനതിൽ യെല്ലോ കളർ പെയിൻ്റാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരി, നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ കളയാതെ എടുത്ത് വെച്ചിരുന്നാൽ നമുക്കിതുപോലെ അടിപൊളി കിച്ചണിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാൾ ഡെക്കോർ ഉണ്ടാക്കിയെടുക്കാം. കിച്ചണിലൊക്കെ വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ ആരെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ കാണുന്നവർ എന്തായാലും അവരുടെ കണ്ണ് എന്തായാലും ഇതിലോട്ട് പോകും. കാര്യം നല്ലൊരു ഭംഗിയുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലൊക്കെ ഓരോന്നുണ്ടാകും. നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയുമാണ്. അതുമാത്രമല്ല, നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അതൊരു സംതൃപ്തിയാണ്. പാചകം പോലെ തന്നെയാണ് ഇങ്ങനെയും ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ അതിലും നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് നല്ല ഒരു വുഡിൻ്റെ കളർ അടിച്ച് കൊടുക്കാം എന്നാണ്. പക്ഷെ കുറച്ചുകൂടെ കളർഫുൾ ആയിക്കോട്ടെ, നമ്മുടെ പൂക്കളൊക്കെ നല്ല കളർഫുൾ ആയതുകൊണ്ട് ഇതും ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തതാണ്. ഇതിൽ വേണമെങ്കിൽ ചെറിയ എന്തെങ്കിലും ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ വെറും യെല്ലോ കളർ മാത്രം അടിച്ചു കൊടുക്കുന്നുള്ളൂ. അങ്ങനെ അത് രണ്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ചെറിയൊരു ബോ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റിബൺ വച്ചിട്ട്, ചെറിയ സൈസിലുള്ള റിബൺ വച്ചിട്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു ബോയാണ്. അപ്പോൾ അതും ഒന്ന് വച്ചു കൊടുത്തേ. പിന്നെ ഇതിൻ്റെ നമ്മുടെ പൂക്കളുടെ നടുക്കായിട്ട് വൈറ്റ് കളർ ബീഡ്സ് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡിലായിട്ട് ചെറിയ ഗോൾഡ് കളറിലുള്ള ബീഡ്സ് കൂടെ ചെറുത് ഒന്ന് രണ്ടൊക്കെ ഒന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ കൂട്ടുകാർ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ക്രാഫ്റ്റാണ്. ഇത് എന്താണ് ഇതിൽ ടഫായിട്ട് ഒന്നുമില്ല. അത് ഇതുപോലെ പെയിൻ്റ് അടിക്കുക, ഇതുപോലെ ഒട്ടിക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ ഉണ്ടാക്കി നമ്മുടെ കിച്ചണിൽ പറ്റുവാണെങ്കിൽ വയ്ക്കുക. ഇതിലും അടിപൊളി ഐറ്റംസ് ഞാൻ ഇനിയും ചെയ്യുന്നുണ്ട്, ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.